കുട്ടികൾ നിങ്ങൾക്കും ഉണ്ട്, കുടുംബം നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും മരിക്കുമല്ലോ, മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഇതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് പോലെ ഒരു പക്ഷേ എന്തില്ല, നിങ്ങളെ വീട്ടിലേക്ക് വേറെ ആൾക്കാർ സഹായം എത്തിച്ചോളണം എന്നില്ല. ഈ നാട്ടുകാർക്ക് വീടും കിണറും ഒക്കെ കുഴിച്ചു കൊടുക്കുന്ന ഈ മനുഷ്യന് ശരിക്കും ഒരു വീടില്ല, നല്ലൊരു വീടില്ല. പ്രിയമുള്ളവരെ നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇവിടെ നല്ലൊരു തുടക്കമാണ് നമ്മുടെ അംസ സഖാഫി നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ വാർഡ് മെമ്പർ ആണ് ഇതിന് കുറ്റിയടിച്ചിട്ടുള്ളത്. 14-ാം വാർഡിലെ റജീന പൊട്ടേങ്ങൽ എന്നവർക്ക് നമ്മുടെ മഞ്ഞപ്പെട്ടിയിലുള്ള സഖാഫി സൗജന്യമായിട്ട് ഒരു കുടിവെള്ളം, അതായത് ഒരു കുഴൽക്കിണർ നിർമ്മിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 14-ാം വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മയിലാടിച്ചോലയുടെ അംസ സഖാഫി നിർമ്മിച്ചു കൊടുക്കുന്ന അദ്ദേഹം കഴിവുള്ള ആളുകളുടെ അടുത്ത് പോയി നമ്മുടെ നാട്ടിലെ പാവങ്ങളുടെ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ വിധവയായിരിക്കുന്ന ഈ സ്ത്രീക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്ന ഈ കിണർ. ഭർത്താവ് അറ്റക്കായി മരണപ്പെട്ടു പോയതാണ്, പാവപ്പെട്ട ഒരു കുടുംബമാണ്. അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനും ഇൻഷാ അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ആരാണ് സഹായിക്കുന്നത് അവർക്കൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. നമ്മളോടൊപ്പം ഈ വാർഡിലെ മെമ്പറും കൂടിയായ നമ്മുടെ ചേച്ചി കൂടെയുണ്ട്. ചേച്ചിയാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അതായത് ഈ പ്രദേശത്ത് കുറച്ച് വീടുകൾക്ക് ഈ ഏരിയയിൽ വെള്ളമില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അംസ സഖാഫി അതുപോലെ നമ്മുടെ മെമ്പറുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇവിടെ ഒരു നല്ലൊരു തുടക്കം കുറിച്ചിട്ടുള്ളത്. 355-ാമത്തെ കിണർ അല്ലേ, 355-ാമത്തെ കിണർ കുഴിച്ചു കൊടുക്കുന്ന അംസ സഖാഫിയാണ് നിങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. കാരണം ഇദ്ദേഹത്തെ നിങ്ങളെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പല ആൾക്കാരുടെ പല മുതലാളിമാരുടെ മുന്നിലൊക്കെ ഈ ഒരു സാധു വന്നു കണ്ട് കിണർ കുഴിക്കണം, വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പിച്ചെടുത്തിട്ടുണ്ടാവും. പല ആൾക്കാരും പലതും പറയുന്നുണ്ടാവും. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കേണ്ടായി. ഇദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ച സമയത്ത് ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വീടിങ്ങനെ പരിസരം നോക്കിയപ്പോൾ വീട്ടിൽ കിണറില്ല. അപ്പോൾ ഞാൻ എല്ലാ സ്ഥാനം നാട്ടുകാർക്ക് മുഴുവൻ കിണർ കുഴിച്ച് കൊടുക്കുന്ന ഈ മനുഷ്യൻ, ഈ വ്യക്തി സ്വന്തമായിട്ടൊരു കിണർ കുഴിക്കാതെയാണ് മൊത്തം നാട്ടുകാർക്ക് കിണർ കുഴിച്ച് കൊണ്ടിരിക്കുന്നത്. അതെന്തെന്ന് വെച്ചാൽ അദ്ദേഹം പറയാം, ഇപ്പം തൽക്കാലം എനിക്ക് വെള്ളം കിട്ടുന്നുണ്ട്, ഇപ്പം എനിക്ക് കിണർ വേണ്ട എന്നാണ് പറയുന്നത്. മറ്റുള്ള ആൾക്കാർ ഞാൻ മൂലം മറ്റുള്ള ആൾക്കാർ സന്തോഷിക്കട്ടെ, ജീവിക്കട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കൾ നിങ്ങൾക്കും ഉണ്ട്, കുട്ടികൾ നിങ്ങൾക്കും ഉണ്ട്, കുടുംബം നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും മരിക്കുമല്ലോ, മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഇതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് പോലെ ഒരു പക്ഷേ എന്തില്ല, നിങ്ങളെ വീട്ടിലേക്ക് വേറെ ആൾക്കാർ സഹായം എത്തിച്ചോളണം എന്നില്ല. അതുകൊണ്ട് എനിക്ക് അംസ സഖാഫിനോട് ഞാൻ മുൻനിർത്തിയത് തന്നെ പറയാണ്, മൊത്തം നാട്ടുകാർക്ക് ചെയ്യേണ്ടെന്ന് ഞാൻ പറയണില്ല. കുറച്ച് കുടുംബവും നോക്കണം, വീട്ടിലെ കിണർ കുഴിക്കണം, നല്ലൊരു വീട് വെക്കണം. അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കാണണം നിങ്ങൾ. ഈ നാട്ടുകാർക്ക് വീടും കിണറും ഒക്കെ കുഴിച്ചു കൊടുക്കുന്ന ഈ മനുഷ്യന് ശരിക്കും ഒരു വീടില്ല, നല്ലൊരു വീടില്ല, നല്ലൊരു കിണറില്ല. അപ്പോൾ എന്തായാലും സങ്കടം വരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് കുടുംബം നോക്കുക, കുറച്ച് കുട്ടികളെ നോക്കുക, ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നവർക്കും പ്രാർത്ഥിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് സങ്കടം വരികയാണ്. കാരണം വെച്ചാൽ നമ്മൾ നേരിട്ട് കണ്ടതാണ്. പല ആൾക്കാരും പല വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. കിണർ 355-ാമത്തെ കിണർ എന്നാൽ നിസ്സാരമല്ല. എത്ര ബാത്റൂം വെച്ചിട്ടുണ്ട് നിങ്ങൾ? 325. അതുപോലെ ബാത്റൂം, കിണർ, അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇദ്ദേഹം ആദ്യം ചെയ്യുന്നത്. ഒരു മനുഷ്യന് വേണ്ട അടിസ്ഥാന വെള്ളം, അതുപോലെ ബാത്റൂം, പിന്നെ വീട്. എത്ര വീട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനിടയ്ക്ക്? ഇപ്പം 4 വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ വന്ന് നോക്കണം. അംസ സഖാഫി മഞ്ഞപ്പെട്ടിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ വന്ന് നോക്കൂ, അദ്ദേഹത്തിന് വീടുണ്ടോ, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കിണറുണ്ടോ? ഇല്ല മക്കളെ. നിങ്ങൾക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഇദ്ദേഹം ജീവിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നിങ്ങൾ ഹെയർ കയറ്റാതെ, ഇദ്ദേഹത്തിന് വിമർശിക്കാതെ പറ്റുമെങ്കിൽ ഒപ്പം നിന്ന് കൊടുക്കുക. ഒപ്പം നിന്ന് കൊടുത്ത് എല്ലാവരും 100 രൂപ കൊടുക്കുമ്പോൾ അംസ സഖാഫി എന്നോട് പറയാം, എൻ്റെ അടുത്ത് ഒന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, സപ്പോർട്ട് ചെയ്യാം. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതാണ് എനിക്ക് എൻ്റെ പ്രിയ സഹോദരങ്ങളോടും എൻ്റെ ഫോളോവേഴ്സിനോടും ഇദ്ദേഹത്തെ കാണുന്നവരോടും ശ്രമിക്കുന്നവരോടും എല്ലാവരും പറയാനുള്ളത്. ഇതൊക്കെ എന്താണ് ഉസ്താദ് ഈ കാണുന്നതൊക്കെ? ഇത് നമ്മൾ ചെയ്ത ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ കാണുന്നത്. അതിന്റെ ഫോട്ടോസുകളാണ്. ഇനി ഒരുപാടുണ്ട്, കാണാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ അതിൽപ്പെട്ട തന്നെയാണ്. നല്ല കാലത്ത് തുടങ്ങിയാണ്. അതെ അതെ അതെ. നമ്മൾ പല നല്ല കാര്യങ്ങളും മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം വളരെ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ സാധനം കിട്ടുള്ളൂ. ഇപ്പം എല്ലാവരും വിമർശിക്കുന്നവരുണ്ട്. ഇങ്ങനെ ആളുണ്ടായിരുന്നു ഇവിടെയൊക്കെ ചെയ്യുന്ന ആളിങ്ങനെ മരിച്ചു പോണേ, എപ്പോഴേ അതിൻ്റെ ഉള്ളത് കിട്ടുള്ളൂ. പിന്നെ നമ്മളിതൊന്നും ദുനിയാവിലൊരു മോഹം ഓർക്കാനും അനുശോചനം ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും. നമ്മളിത് റബ്ബിൻ്റെ അടുത്ത് നാളെ മരിച്ചുപോയാലും ഉപകാരം ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളെ കാശല്ല, നമ്മളെ വാക്കുകൊണ്ട് സഹായങ്ങൾ മാത്രം.
ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കൊണ്ടിരിക്കും, അതിപ്പോ ആരെ വിമർശിക്കാത്തല്ലേ? ആ അതെ 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 അതെ, അതിങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വിമർശനം ഉണ്ടാവും. വിമർശനം നബിമാർക്ക് ഉണ്ടായിട്ടില്ലേ? ആ അതെ അതെ അതെ, അപ്പുറം നമ്മളെ ഒന്നും അല്ലല്ലോ, നമ്മളൊന്നുമല്ലോ. അവർക്കത് ശീലമാണ്. അവർ രാവിലെ കട്ടൻ ചായ കുടിച്ച് നമ്മളെ വണ്ടിയിൽ പോണ കണ്ടാൽ മതി, പിന്നെ അതുവരെയുള്ള സബ്ജക്ട് മാറി പിന്നെ നമ്മളെ വിഷയം അതെ, പിന്നെ വിഷയം മാറും. പിന്നെ വിഷയം മാറും, അതുവരെ പറഞ്ഞ വിഷയങ്ങൾ മാറും. സഖാവിന്റെ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വിഷയം അവർ കരുതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവനെത്രതിൽ പിന്നെ മെച്ചുണ്ടാവും, അങ്ങനെ പിന്നെ സ്വന്തം അധ്വാനത്തിൽ ആരും ചെയ്യൂല, അല്ലെങ്കിൽ സ്വന്തത്തിന് വണ്ടി ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവും അവർക്ക് തെറ്റിദ്ധരിക്കുകയാണ്. ഈ എന്താ പറയാ, നമ്മൾ സഖാവിനെ കണ്ടു, അദ്ദേഹത്തിന്റെ വീട് കണ്ടോളൂ, പൊട്ടി പൊളിഞ്ഞ് കണ്ടോളി ഇടൊക്കെ. ഇതാണ് വീടിൻ്റെ അവസ്ഥ. ഓരോ വീടിൻ്റെ മെയിൻ ഡോറാണ് ഇപ്പോൾ നമ്മളൊക്കെ എല്ലാവരും കാത്ത് സൂക്ഷിക്കണം, മെയിൻ ഡോറിൻ്റെ അവസ്ഥ. എന്തോ സ്ഥലമൊക്കെ നന്നാക്കി ഞങ്ങൾക്ക് നന്നാക്കണം. ഇതിങ്ങനെ പിന്നാക്കം വിചാരിക്കും. അപ്പോൾ അതിന് ഓരോ ആൾക്കാർ ഓരോ പ്രശ്നങ്ങൾ അവരിലേക്ക് ഫണ്ട് നീങ്ങൂലേ? അപ്പോൾ അതിന് ഫണ്ടായിക്ക് നീങ്ങും. ഒക്കെ മാറ്റി വെക്കണം. 27 വർഷമായി വരെ താമസമായിട്ട്. നല്ലൊരു വീട് വെച്ചു നിങ്ങൾക്ക്. എന്തായാലും ഇപ്പോൾ ആൾക്കാർ നിങ്ങളെ പച്ചർച്ച ചെയ്യുന്നതാണ്. അല്ല, ഏതായാലും ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ മുക്കാ ഭാഗം കഴിഞ്ഞു. ഇപ്പം ഇതിമത്തിനാണ് മരിക്കണം എന്നില്ല ആഗ്രഹം, വേറെ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതില്ലാത്തവരുണ്ടല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തന്നല്ലോ. അതെ അതെ, അത്രയേ ഉള്ളൂ നമ്മളതിൽ കരുതുന്നത്. ഇതില്ലാത്തവരുണ്ടല്ലോ. അതെ, വിമർശകർക്ക് അത് പിന്നെ ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. അവരങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും പ്രവാചകൻ ഉണ്ടായിട്ടില്ലേ, എല്ലാവർക്കും. ഇവിടെ വിമർശനം ഇല്ലാതെ കഴിഞ്ഞു വരാരാ, എല്ലാവർക്കും ഉണ്ടാവും. എൻ്റെ നമ്പർ സുബൈർ വാപ്പയിൽ കൊടുക്കും. ഈ നമ്പർ അതും ചെയ്യാം. എല്ലാം സ്വാഗതമാണ്. എല്ലാം സ്വാഗതമാണ്. എൻ്റെ കാശല്ല, അപ്പോൾ ഇത് പുറത്തെത്തിക്കാൻ ആൾ വേണം. ഇപ്പോൾ സുബൈർ വാപ്പ് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന താല്പര്യമുള്ള ആളാണ്, അധികം സഹായിക്കുന്ന ആളുമാണ് അദ്ദേഹം. ഞാനൊരു അടുത്ത ബന്ധം അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാം. അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ പറയാനുള്ളൂ. അത്രേ പറയാനുള്ളൂ. വിമർശകരോട് പറയാൻ അത്രേ ഉള്ളൂ. വിമർശകരോട് പറയാൻ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വിമർശകർ വിമർശിച്ചിട്ടേ ഇരിക്കുക. നമ്മൾ ചെയ്യുന്ന പാത നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതെ, നമുക്ക് ഓരോട് നല്ല കാര്യങ്ങൾ ആര് ചെയ്ത് സപ്പോർട്ടാകുക. നമ്മളെ സഹായങ്ങൾ നമ്മൾ ജാതിയോ രാഷ്ട്രീയോ ഒന്നും നോക്കലില്ല. നമ്മളത് ചെയ്ത് കൊടുക്കലുണ്ട്. അവർക്ക് അർഹരാണെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കും. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യിപ്പിച്ച് കൊടുക്കും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് അല്ലേ? അങ്ങനെ പറയാനുള്ളത്.